ദിയ കൃഷ്ണയുടെ 5-ാം മാസ ചടങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. പ്രത്യേക രീതിയിലുള്ള ഒരു 5-ാം മാസ ചടങ്ങ് തന്നെയാണ് ദിയ കൃഷ്ണയുടേതും അശ്വിൻ ഗണേഷിന്റേതും. ഇപ്പോൾ ഇതാ ഇരുവരും നവവധുവരന്മാരെ പോലെ എത്തിയിരിക്കുകയാണ്. ഇരുവരുടെയും ഈ ലുക്ക് കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി എന്ന് വേണം പറയാൻ. 5-ാം മാസത്തിൽ ഗർഭിണികൾക്ക് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കൂടുതലും തമിഴ്നാട്ടിലാണ് നടത്തിവരാറ്. അങ്ങനെ ഒരു ചടങ്ങാണ് ഇപ്പോൾ ദിയ കൃഷ്ണയും കുടുംബവും നടത്തിയിട്ടുള്ളത്. ദിയ കൃഷ്ണ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ദിയയ്ക്ക് ഇപ്പോൾ 5 മാസമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 5-ാം മാസത്തിലെ വ്യത്യസ്തമായ ചടങ്ങുകളും ആചാരങ്ങളും നടത്തിക്കൊണ്ട് ഉള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ദിയ കൃഷ്ണയും കുടുംബാംഗങ്ങളും പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത്. തന്റെ നീണ്ട നാളത്തെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയായിരുന്നു ദിയ കൃഷ്ണ വിവാഹം കഴിച്ചത്. ദിയയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിൽ ചേർന്ന് ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ദിയ കൃഷ്ണയുടെ 2-ാം വിവാഹത്തെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളാണ് ദിയയുടെ വീട്ടുകാർ ദിയയ്ക്ക് വേണ്ടി ഒരുക്കിയത് എന്ന് വേണം പറയാൻ. ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടാണ് ദിയ കൃഷ്ണ എത്തിയത്. 5-ാം മാസത്തിലെ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് പൂജകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ഒരു നവവധുവിനെ പോലെയാണ് ദിയ കൃഷ്ണ കയറിയെത്തിയത്. കൂടെ ഭർത്താവായ അശ്വിൻ ഗണേഷുമുണ്ട്. അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മണ രീതിയിലുള്ള ട്രഡീഷണൽ വെഡിംഗ് രീതിയിലായിരുന്നു എത്തിയത്. ഒരു നവവരനെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. വധുവരന്മാരെ പോലെ ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും സ്റ്റേജിലേക്ക് കയറി വരവെ എല്ലാവരും പൂക്കൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ദിയ കൃഷ്ണയുടെ സഹോദരങ്ങളും അച്ഛനും അമ്മയും അശ്വിന്റെ കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. എല്ലാവരും ഇരുവരെയും നിറഞ്ഞ മനസ്സോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ദിയ കൃഷ്ണ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ദിയ കൃഷ്ണയുടെ സ്വന്തം ബിസിനസ് സംരംഭമായ OBOC എന്നതിലെ ആഭരണങ്ങൾ തന്നെയാണ് ദിയ ധരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം സാരിയാകട്ടെ വളരെയധികം വില കൂടിയ ഒരു സാരി തന്നെയാണ്. ഇന്നത്തെ ഈ വിശേഷപ്പെട്ട ദിവസത്തിന് വേണ്ടി കരുതി വച്ച ഒരു സാരി തന്നെയാണ്. ബ്രാഹ്മണ ട്രഡീഷണൽ വെഡിംഗ് രീതിയിലുള്ള ഒരു രീതിയിലായിരുന്നു ആ സാരി ദിയ കൃഷ്ണ അണിഞ്ഞത്. വ്യത്യസ്തമായ രീതിയിലുള്ള 5-ാം മാസ ചടങ്ങുകൾ തന്നെയായിരുന്നു. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ 7-ാം മാസത്തിലെ ചടങ്ങുകളാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഇതാ ഇത് 5-ാം മാസത്തിലെ ചടങ്ങാണ്. 5-ാം മാസത്തിലെ ചടങ്ങ് വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷിച്ചെത്തിയിരിക്കുകയാണ് താരകുടുംബം. ഇനി 7-ാം മാസത്തിലെയും മറ്റു ചടങ്ങുകൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ് താരകുടുംബത്തിന്റെ ആരാധകരെല്ലാവരും. ദിയ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരകുടുംബം. നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.